നമസ്കാരം. നമസ്കാരം. ഇപ്പം ഇന്ന് 8:30-ക്ക് എന്താ പറയുക, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പ്രധാനപ്പെട്ട 5 ഇനങ്ങളിൽ ഒന്നായിരുന്നു, ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്നുള്ളത്. അപ്പം ഇന്ന് രാവിലെ 8:30-ക്ക് അത് VD സതീശൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. പക്ഷേ ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് എം വി ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യം, എം വി ഗോവിന്ദനും CPM-ൻ്റെ പല നേതാക്കന്മാരും പറഞ്ഞൊരു കാര്യം, ഇതിലൂടെ കോൺഗ്രസ് ജനങ്ങളെ പറ്റിക്കുകയാണ് എന്നുള്ളതും മുഴുവൻ ബസ്സിലും കൊടുത്തിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ കൊടുത്തായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് കേരളത്തിനെ വലിയൊരു കടക്കണിയിലോട്ട് കൊണ്ടുപോയിടുകയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഇതിനെ CPM ബഹിഷ്കരിക്കുന്നു, KSRTC ബസ് യാത്രയുമായി ബന്ധപ്പെട്ട് CPM ബഹിഷ്കരിക്കുന്നു എന്നുള്ള സാധനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് മാത്രമല്ല, ബഹിഷ്കരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം CPM പലതരത്തിലുള്ള ബഹിഷ്കരണം നടത്തിയിട്ടുണ്ട്. പണ്ട് ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ബഹിഷ്കരണം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പിന്നെ അതുപോലെ ട്രാക്ടർ ബഹിഷ്കരണം, അതുകൂടാതെ കൊച്ചിൻ മെട്രോ ബഹിഷ്കരണം, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്ഥലം ഏറ്റെടുത്തു, അപ്പോൾ അതിനെതിരെയുള്ള ബഹിഷ്കരണം, അപ്പോൾ പലതരത്തിലുള്ള ബഹിഷ്കരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതിനിടയിൽ ഏറ്റവും പുതിയൊരു ബഹിഷ്കരണമാണ് ഈ സൗജന്യ ബസ് യാത്ര കൊടുത്തതിലൂടെ KSRTCയെ ബഹിഷ്കരിക്കുക എന്നുള്ളൊരു സാധനം. അപ്പം എന്താണ് CPM-ൻ്റെ ഈ ബഹിഷ്കരണത്തിനെ കുറിച്ചുള്ള പറയാനുള്ളത്? എൻ്റെ പ്രാഥമികമായി എതിർക്കുന്നത് നഷ്ടത്തിൻ്റെ കണക്ക് പറഞ്ഞാണ്. 800 കോടി നഷ്ടം. 800, 800, 80,000 എത്രയെങ്കിലും നഷ്ടത്തിൻ്റെ കണക്ക് പറഞ്ഞാണ് എതിർക്കുന്നത്. പക്ഷേ UDF സർക്കാരിൻ്റെ ഒരു മാസ്റ്റർ സ്ട്രോക്കാണ്, നമുക്ക് വേണേൽ പറയാം, ഈ സൗജന്യ സ്ത്രീകൾക്കുള്ള യാത്രാ പദ്ധതി. അതിന് കാരണം, ആ പദ്ധതിക്ക് അവർ കൊടുത്തിരിക്കുന്ന പേര് പ്രിയദർശിനി എന്നാണ്, ഇന്ദിരാഗാന്ധിയുടെ പേരാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാരും സാമാന്യ ജനങ്ങളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന കോൺഗ്രസ് നേതാവ്, അല്ലെ ആരാധിച്ചിരുന്ന കോൺഗ്രസ് നേതാവ് ഇന്ദിരാഗാന്ധിയാണ്. എല്ലാ കാലത്തും നെഹ്റുവിനേക്കാളും രാജീവ് ഗാന്ധിയേക്കാളും നരസിംഹറാവുവിനേക്കാളും മൻമോഹൻ സിംഗിനേക്കാളും ഒക്കെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന നേതാവ് ഇന്ദിരാഗാന്ധിയാണ്. ആ ഇന്ദിരാഗാന്ധിയുടെ പേര് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക വഴി സൈക്കോളജിക്കലായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് കൂടിയാണ് ആര് നടത്തിയിരിക്കുന്നത്, കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെ എതിർക്കാൻ പോകുക എന്ന് പറയും. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ 77-ലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും തോറ്റ് കോൺഗ്രസ് തുന്നം പാടിയപ്പോൾ ഇവിടെ ഏറ്റവും ശക്തമായി കോൺഗ്രസിനെ പിന്തുണച്ച ഒരു സംസ്ഥാനം കേരളമാണ്. അന്നും ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ, തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും. അപ്പോൾ അത്രയ്ക്ക് മാത്രം വൈകാരികമായി കേരളീയ മനസ്സുമായി അടുപ്പമുള്ള ആ പേര് ഉപയോഗിക്കുക വഴി തന്നെ പകുതി യുദ്ധം, അല്ലെ ഈ പരിപാടിയുടെ രാഷ്ട്രീയ നേട്ടം സതീശൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അത് മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത് നഷ്ടത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ, സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടാകും എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. റേഷൻ വിതരണം നടത്തുന്നുണ്ട്, സപ്ലൈ കോർപ്പറേഷൻ വഴി വില കുറച്ച് വസ്തുക്കൾ വിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഭീമമായ നഷ്ടം സഹിച്ചാണ് വിൽക്കുന്നത്. ഇതൊക്കെ നിർത്തണമെന്ന് പറയുമോ? നഷ്ടത്തിൻ്റെ പേര് ഇത് മാത്രമാണോ നഷ്ടം ഉണ്ടാക്കുന്നത്? ആലോചിക്കണം. പിന്നെ സർക്കാർ ജീവനക്കാർക്ക് കടത്തിൽ മാത്രം, ബജറ്റ് കമ്മി മാത്രം ഓടുന്ന അവർക്ക് എങ്ങനെ ശമ്പള വർധന കൊടുക്കാൻ പറ്റും? നഷ്ടമാണ് നിങ്ങൾ പറയുന്ന കാരണത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ, അതുകൊണ്ടാണ് സ്ത്രീകളെ കയറ്റരുതെന്ന് പറയുന്നതെങ്കിൽ നഷ്ടത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ പുനരാലോചിക്കേണ്ടി വരും. ശമ്പള വർധന ഏറ്റവും പ്രധാനപ്പെട്ടത്, ഉയർന്ന വരുമാനക്കാരുടെയെങ്കിലും. ഇവിടെ ഇവർക്ക് പോലും ശമ്പളം കൊടുക്കാൻ പറ്റാത്തതാണ്. PSC മെമ്പർമാർക്ക് എത്ര ശമ്പളം വർദ്ധിപ്പിച്ചു, എത്ര പേർക്ക്? ഇപ്പോൾ ഞാൻ നിങ്ങളിൽ പോകുന്നപ്പോൾ പറയാനുണ്ട്, തൃപ്പൂണിത്തറ വയ്ക്കം റൂട്ട് പല ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്. ഒരു TK രാമകൃഷ്ണൻ്റെ ഒരു സംസ്കാരിക നിലയുണ്ട്, കോടാനുകോടി രൂപ വേണ്ടിയിട്ട് വെറുതെ കിടക്കുമായിരുന്നു. ആ കെട്ടിടം സമർത്ഥമായിട്ട് കഴിഞ്ഞ 8 വർഷമായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ വാർഡിലുള്ള പെണ്ണുങ്ങൾക്കെല്ലാം ഫ്രീ ആയിട്ട് ഇന്ത്യ മുഴുവൻ വാളുള്ള കാശ് കൊടുക്കായിരുന്നു. അത് ഉപയോഗിക്കാതെ കിടന്ന ആരുടെ ഉത്തരവാദിത്വം? ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ ഉത്തരവാദിത്വം. അങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുന്ന വസ്തുക്കൾ ഉപയോഗപ്പെടുത്താൻ തന്നെ ആക്രമികളിലേക്ക് വിൽക്കാൻ പറ്റുന്ന ഒത്തിരി വണ്ടികളുണ്ട്, KSRTC തന്നെയുണ്ട്. അത് നല്ല ഫലപ്രദമായി ലേലം ചെയ്ത് വിൽക്കാമെങ്കിൽ അതും കാശാണ്. വസ്തുവുണ്ട്, ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വസ്തുക്കളുണ്ട്, ഷോപ്പിംഗ് സെൻ്ററുകൾ ഉണ്ടാക്കാം. ഇപ്പോൾ മെട്രോ ആയിട്ട് ബന്ധപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നില്ലേ? അത് KSRTCക്ക് നാളെ ഉപയോഗിക്കാം, പരീക്ഷിക്കാം. പക്ഷേ ഇവിടെ എതിർപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ആദ്യത്തെ സമരം നടത്തിയ BJP ആണ്. അതിനെ വേണമെങ്കിൽ എന്നാ പറയുന്നത്, മണ്ടന്മാരുടെ സമരം എന്ത് വേണം പറയാം. ഇത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സമരമാണ്. മന്ത്രിസഭ എന്താ പറയുക, സത്യപ്രതിജ്ഞ ചെയ്യുന്ന വൈകുന്നേരം ആകുമ്പോഴേക്കാണ് ഈ സമരം നടത്തുന്നത്. ഇത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സമരമാണ്. എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് മാത്രം അല്ലെ കൊടുക്കുന്നു, ആണുങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല, അല്ലെ കേരളം മുഴുവൻ എല്ലാ വണ്ടിക്കും കൊടുക്കാത്തതുകൊണ്ട്? ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, എൻ്റെ സഖാക്കളെ അല്ലെങ്കിൽ സഖാക്കളെ കൂടാതെ BJPക്കാർ എന്നാ പറയണ്ടേ?
സംഘികളെ എന്ന് പറഞ്ഞാൽ കളിയാക്കൽ ശ്രീരാമ ഭക്തരെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ കുട്ടികൾക്ക് കൺസെഷൻ കൊടുക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. കോളേജിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾക്ക് ബസ്സിൽ കൺസെഷൻ യാത്രാ സൗജന്യമുണ്ട്. ഇതെങ്ങനെയാണ് കൊടുക്കുന്നത്? പ്രൈവറ്റ് ബസ്സിനും ട്രാൻസ്പോർട്ടിലും രണ്ട് തരത്തിലല്ലേ? ആലോചിച്ചോക്ക്. ഇത് ഫാസ്റ്റ് പാസിനൊരു കൺസെഷൻ ഉണ്ടോ? ഒന്ന് അന്വേഷിക്കണം വീട്ടിൽ പോയിട്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലും ഏതെങ്കിലും കാരണത്താൽ സ്കൂളിലോ വിദ്യാഭ്യാസം നേടാനോ അർഹത കിട്ടിയിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കുക. കിട്ടിയിട്ടുണ്ടോ? ഒരേ രീതിയിലാണോ കൺസെഷൻ? അപ്പോൾ ആ ഒരു പ്രാക്ടീസ് ഇവിടെ നിൽക്കുന്ന രാജ്യമാണ്. ഇവിടെ പറയാം രണ്ടാക്കാൻ പാടില്ല. പക്ഷേ ഇത് സതീശൻ പറഞ്ഞിട്ടില്ല, ഇതുകൊണ്ട് നിർത്തുക എന്ന് പറഞ്ഞിട്ടില്ല. ഈ സ്ത്രീകളുടെ ഇതുകൊണ്ട് മാത്രം ഈ ഓർഡിനറി നാളെ അതിൻ്റെ പ്രായോഗികത പഠിച്ചിട്ട് അത് ആണുങ്ങൾക്ക് കൂടെ കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കൂടുതൽ ദൂരത്തേക്ക് കൊടുക്കാൻ പറ്റുമോ, ഫാസ്റ്റ് സർവീസുകൾ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അത് പഠിച്ച ശേഷം മാത്രമേ. ഇതൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തെ നമ്മൾ ആ രീതിയിൽ സ്വാഗതം ചെയ്യണം. ഇന്നത്തെ ഒരു ദിവസത്തെങ്കിലും പെൺകുട്ടികൾക്ക് 10 രൂപ അല്ലെ ബസ് ചാർജ് എടുത്ത് 100 രൂപ ലാഭിക്കാൻ പറ്റിയ ലാഭമില്ലേ? ആലോചിച്ച് നോക്ക്. ഒരു ദിവസം നടന്നില്ലെങ്കിൽ പോലും 10 ദിവസം നടന്നില്ലെങ്കിൽ പോലും. പിന്നെ KSRTC നഷ്ടം എന്ന് പറഞ്ഞാൽ ഇവരുണ്ടാക്കി ഇതിന് മുമ്പേ ഭീമമായ നഷ്ടമല്ല. ഇപ്പോഴും 100 കോടി മിച്ചം കൊടുത്തുകൊണ്ടാണ് KSRTC നടത്തുന്നത്. ബാങ്കുകൾക്കുണ്ട്, പൊതുമേഖലാ ബാങ്കുകൾക്കുണ്ട് റീക്യാപിറ്റലൈസേഷൻ ഫണ്ടെന്ന് പറഞ്ഞ് 1000 കോടി 10000 കോടിയൊക്കെ 2-3 വർഷം കൊണ്ട് കൊടുക്കുക. അത് ഇവിടുന്ന് കൊടുക്കുന്ന കാശ കട എഴുതിത്തള്ളാൻ കൊടുത്ത് വൻകിടക്കാരൻ്റെ കട എഴുതിത്തള്ളുന്ന കാശാരുടെ കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തവരുടെ കട എഴുതിത്തള്ളുന്നുണ്ട്. അതാരുടെ കാശ? ഇതൊക്കെ കാണാതെ ഈ ഒരു കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു കൺസെഷൻ കൊടുത്തു എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താനോ സർക്കാരിൻ്റെ പേരിൽ കുതിര കയറാൻ ചെല്ലുമ്പോൾ സ്വയം തോൽക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഇത് ജനത്തിന് മനസ്സിലാവും. ഇവിടെ പൂണ്ട കടകളുള്ളപ്പോഴല്ലേ ഓണത്തിന് കിറ്റ് വിതരണം ചെയ്ത്? ഓർക്കുന്നുണ്ടോ? കൊറോണ കാലത്ത് കിറ്റ് വിതരണം ചെയ്ത് എങ്ങനെയാണ്? കടം മുഴുവൻ തീർത്തിട്ടാണോ? അല്ലല്ലോ. അപ്പോൾ ഈ സത്യം തിരിച്ചറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇതിനെ എതിർക്കാൻ. എതിർക്കുന്നതുകൊണ്ട് ലാഭം കിട്ടുന്നത് യഥാർത്ഥത്തിൽ ഇപ്പം നിങ്ങളുടെ എതിർപ്പ് സതീശനെ ഒന്നുകൂടെ ശക്തമാക്കി. കാരണം ജനങ്ങൾ പഠിക്കും. നിങ്ങൾ നേരത്തെ ഓരോ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു, സവാസ് പറഞ്ഞു, ഓരോ കാര്യങ്ങളും പറഞ്ഞു. അത് ഒന്നുകൂടെ വിശദമായിട്ട് പറയും. ഇപ്പം എന്താ പറയുക, ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ജനങ്ങളെ മൊത്തമായിട്ട് വഞ്ചിക്കുകയാണെന്നുള്ള കാരണം കോൺഗ്രസ് പറഞ്ഞ എല്ലാ വാഹനങ്ങളിലും KSRTC മൊത്തം വാഹനങ്ങൾ കൊടുക്കുന്നതാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, നിലവിലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഒന്നാം ഘട്ടം എന്നുള്ള നിലക്കാണ് ഈ സാധനം ആക്കിയിട്ടുള്ളത്. ഇത് ഇനിയും 2, 3, 4 ഘട്ടങ്ങളുണ്ടാവും. അതിൻ്റെ പടിപടിയായിങ്ങാണ്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ കൊണ്ടുവരുന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് വലിയ തരത്തിലുള്ള കടത്തിലോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് CPM കാര്യങ്ങളൊക്കെ പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള സൗജന്യ യാത്ര കേരളത്തെ തകർന്ന് തരിപ്പണമാക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, ഭക്ഷണം പോലെ തന്നെ പ്രധാനമാണ് ഭക്ഷണം തേടിയുള്ള യാത്രയും എന്നുള്ളൊരു വാക്ക്. അപ്പം ആ കാര്യം കൂടി നമുക്ക് പറയാണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ചർച്ച പൂർത്തിയാകില്ല എന്ന് തോന്നുന്നു. അല്ല, ഭക്ഷണം തേടിയുള്ള ഇപ്പം ജോലിക്ക് പോകുന്ന അന്നം തേടി പോകുന്നവരാണ്. അല്ലാണ്ട് വെറുതെ ആരും എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് പട്ട് പിടിച്ചവരാണ് മലയാളി സമൂഹം എന്ന് എനിക്കറിയത്തില്ല. വെറുതെ ആരും ബസ്സിൽ അങ്ങോട്ടും കൂടി ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം ബസ്സിൽ കയറി പോകുന്നു എന്നുള്ള മട്ടിലൊക്കെയാണ് പറയുന്നത്. ഈ സ്ത്രീകൾ പോകുന്നത് അവർക്ക് കിട്ടുന്ന പൈസ രണ്ട് എക്കണോമിക് ഇത് പറയുന്നുണ്ട്. ഇന്നലെ CPM അത് കുറച്ച് വിശദീകരിച്ചു. പൈസയുടെ ധനവിനിയോഗ പ്രക്രിയയുണ്ട്. ആ ധനവിനിയോഗ പ്രക്രിയയിൽ ഇത് വെറുതെ ഗ്രാൻഡായിട്ട് കൊടുക്കുകയല്ല, വണ്ടിക്കൂലിയായിട്ട് കുറേ കാശ് കൊണ്ടുപോക്കണം. അപ്പോൾ ഈ കാശ് അവർ ഉപയോഗിക്കുകയാണ്. അവർക്ക് മറ്റൊരാവശ്യത്തിന് വേണ്ടി ചിലവാക്കേണ്ട പൈസ ഈ വണ്ടിക്കൂലി ലാഭിക്കുക വഴി വേറെ കുറേ കൂടെ മെച്ചപ്പെട്ട കാര്യത്തിന് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. മിനിമം അവരുടെ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കാൻ, ട്യൂഷൻ ഫീസെങ്കിലും കൊടുക്കാൻ പറ്റും. കുട്ടികൾക്ക് നല്ല ഭക്ഷണം മേടിച്ച് കൊടുക്കാൻ പറ്റും. നല്ല വസ്ത്രം മേടിച്ച് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ രീതിയിൽ ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രയോജനം കിട്ടുന്ന സ്ത്രീകൾക്കാണ്. സ്ത്രീകളുടെ കയ്യിൽ പൈസ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പം IRDP ലോണിൻ്റെ കാര്യത്തിലും കെട്ടിട നിർമ്മാണ വീട് വയ്ക്കാനുള്ള ലോണിൻ്റെ കാര്യത്തിലൊക്കെ സ്ത്രീകളുടെ പേരിൽ പല ലോണുകളും സ്ത്രീകളുടെ പേരിൽ മസ്റ്റായി. കാരണം എന്താ? ഈ കൊടുക്കുന്ന പണം IRDP പോലുള്ള സെൽഫ് എംപ്ലോയ്മെൻറ്റ് പോലുള്ള ലോൺ, ഈ കൊടുക്കുന്ന പണം കൃത്യമായി അതേ ആവശ്യത്തിനല്ലേ വീട്ടിൽ എത്തണമെങ്കിൽ, കുടുംബത്തെ ആവശ്യത്തിന് എത്തണമെങ്കിൽ സ്ത്രീകളെ കൊടുക്കുന്ന നല്ലത് എന്നുള്ള സാമൂഹ്യ ശാസ്ത്രപരമായ കണ്ടെത്തലാണ്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ആദ്യം കൺസെഷൻ എടുത്ത് നോക്കുകയാണ്. അതിൻ്റെ ഫലം ഇങ്ങനെ 2 കാര്യങ്ങൾ പറഞ്ഞു സതീശൻ. പ്രായോഗികമായിട്ട് പറഞ്ഞ കാര്യം നിങ്ങൾ ആലോചിക്കുന്നു. അതറിയണമെങ്കിൽ KSFയിലെ ചിട്ടി ചേരുക. വണ്ടിക്കൂലി 1000 രൂപയുടെ ചിട്ടി ചേർന്നാൽ മതി. ഇവർക്ക് 2-3 വർഷം കഴിയുമ്പോൾ ഇവരുടെ കയ്യിൽ എത്ര പൈസ വരും? ഈ പെൺകുട്ടികളുടെ കയ്യിൽ എത്ര പൈസ വരും? വേണേൽ സ്കൂട്ടർ മേടിച്ച് തനത്താൻ പോകാനുള്ള കപ്പാസിറ്റി ആകും. അത് KSF ചിട്ടിയിലേക്ക് വേറൊരു സെഷൻ വേറെ ആളുടെ ചർച്ച പറഞ്ഞാണ് ഈ കിട്ടുന്ന ഇന്നത്തെ വണ്ടിക്കൂലിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പൈസ ഒരു കുടുക്കയിലിടുക. 1 മാസം കഴിഞ്ഞ് എടുത്ത് എണ്ണി നോക്കട്ടെ എത്ര രൂപ ഒരുമിച്ച് അവരുടെ കയ്യിൽ വരും. പെണ്ണുങ്ങൾ ഒരിക്കലും ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ വളരെ ചുരുക്കം അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കളയുമെന്നുള്ളതല്ലാതെ ബാക്കിയുള്ളവർ മുഴുവൻ ഇത് ഉപയോഗിക്കുകയാണ്. ഇവർ പിന്നെ തീർത്ഥാടനത്തിന് പോയി വെറുതെ പോയി എന്നാ ചെയ്യും? ശബരിമല അല്ലെങ്കിൽ ഗുരുവായൂർ പോയി ഭക്ഷണം കഴിക്കണവർക്കല്ലേ
ഏതെങ്കിലും ഹോട്ടലിൽ താമസിക്കേണ്ടി വരും. അതിനൊക്കെ അവരവിടെ പൈസ ചിലവാക്കുക. അപ്പോൾ മാർക്കറ്റ് എക്കണോമി ഭയങ്കര സജീവമായി, ചെറിയ തോതിൽ സജീവമാകാൻ ഏറ്റവും നല്ല പരിപാടി ഇതാണ്. അത് ആ അർത്ഥത്തിലും നഷ്ടം എന്ന് പറഞ്ഞ് ഇതിനെ മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ നഷ്ടത്തിലോടുന്ന പല പരിപാടികളും ശമ്പള വർധന ഉൾപ്പെടെ, അല്ല വലിയ വലിയ PSC മെമ്പർമാരുടെയൊക്കെ ശമ്പള വർധന ഉൾപ്പെടെ അത് തീർച്ചയായിട്ടും വേണ്ടിവരും. ഇന്നലെ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു, പാലക്കാട് ജില്ലയിലാണെന്ന് തോന്നുന്നു 2 പാർട്ടി ഓഫീസുകൾക്ക് ജപ്തി നോട്ടീസ് കൊടുത്തിരിക്കുന്നു. 75,000 രൂപയാണ് വാടക കുടിശ്ശിക. രണ്ട് പാർട്ടി ഓഫീസുകൾ. CPMൻ്റെ ഓഫീസാണ് ഷൊർണൂർ പാലക്കാട് ഷൊർണൂർ. അപ്പോൾ ഈ അത്തരം കുടിശ്ശികൾ പിരിച്ചാൽ തന്നെ എൻ്റെ പൊന്നു സഹാക്കളെ, എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, ഈ പിരിച്ചു കഴിഞ്ഞാൽ ഈ നഷ്ടം നികത്താനുള്ള പൈസ ഇപ്പോൾ കുടിശ്ശികയായിട്ട് തന്നെ നാട്ടുകാരുടെ കയ്യിലുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുള്ളവരുടെ കയ്യിലുണ്ട്. ആ പണം തിരിച്ചു കിട്ടിയാൽ തന്നെ ഈ നഷ്ടത്തെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല.